കാണാം. സ്വർഗരാജ്യ നിരൂപണമെൻ ഹൃദയവാഞ്ഛയാ. ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുസ്തകം 7-ാം അധ്യായം 25-ാം വാക്യം മുതൽ. ഇപ്പോഴും കർത്താവായ യഹോവേ, നീ അടിയനെയും അടിയൻ്റെ ഗൃഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനത്തെ എന്നേക്കും ഉറപ്പാക്കി അരുളപ്പാട് പോലെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന് ദൈവം എന്നിങ്ങനെ നിൻ്റെ നാമം എന്നേക്കും മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. നിൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹം നിൻ്റെ മുൻപാകെ സ്ഥിരമായിരിക്കട്ടെ. ഞാൻ നിനക്ക് ഒരു ഗൃഹം പണിയുമെന്ന് നീ അടിയനെ വെളിപ്പെടുത്തിയത് കൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്നോട് ഈ പ്രാർത്ഥന കഴിപ്പാൻ അടിയൻ ധൈര്യം പ്രാപിച്ചു. കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം.
നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. ആകയാൽ അടിയൻ്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദാവീദ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം ദാവീദ് ഓർത്തുകൊണ്ട് ദാവീദിനെയും ദാവീദിൻ്റെ സന്തതി പരമ്പരയെയും ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ദൈവിക വാഗ്ദാനം ദാവീദ് ഓർത്തുകൊണ്ട് ആ വാഗ്ദാനം ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ആകയാൽ അടിയൻ്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. അടിയൻ്റെ ഗ്രഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നീ എനിക്കങ്ങനെ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ. എന്നെ മാത്രമല്ല, എൻ്റെ ഗ്രഹത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളുടെ മക്കളെ, എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കാമെന്നുള്ള വാഗ്ദാനം നീ എനിക്ക് നൽകിയിട്ടുള്ളതാണല്ലോ. കർത്താവായ യഹോവേ, നിൻ്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയന്നെ ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. നിൻ്റെ സത്യമായ വചനം, മാറ്റമില്ലാത്ത വചനം എനിക്ക് നീ വാഗ്ദാനമായി തന്നിട്ടുള്ളതാണല്ലോ. ആകയാൽ അടിയൻ്റെ ഗ്രഹത്തിന് മുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിൻ്റെ പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിൻ്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എത്ര ഹൃദയസ്പർശിയായ പ്രാർത്ഥന, ഉള്ളം തൊട്ടുള്ള പ്രാർത്ഥന, തലമുറകളെ അനുഗ്രഹിക്കാമെന്ന ദൈവിക വാഗ്ദാനം തിരുസന്നിധിയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥന, കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദാനം നിവർത്തിച്ച് തരണമേ എന്നുള്ള ദൈവസന്നിധിയിലുള്ള അഭയയാചന, ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന ദൈവദാസൻ്റെ ഉള്ളം തൊട്ടുള്ള പ്രാർത്ഥന നല്ലതാണ്. ആ പ്രാർത്ഥന ദാവീദ് ഉള്ളൊഴിഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്നാൽ അധികം മുന്നോട്ട് പോയില്ല. ആ പ്രാർത്ഥനയെല്ലാം നല്ല ശുഭകരമായ പ്രാർത്ഥനകളായി ദൈവസന്നിധിയിൽ എത്തിയതാണ്. പക്ഷേ ഈ പ്രാർത്ഥനയും കേട്ടുകൊണ്ട് ഒരു ഭീകരനായ പൈശാചികൻ നിൽക്കുന്നുണ്ടായിരുന്നു. ദാവീദിൻ്റെ ഗ്രഹത്തെ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ടു, പിശാചും കേട്ടു. പിശാചിന് സഹിക്കാവുന്നതല്ല. മനുഷ്യന് നന്മ വരുന്നത് പിശാചിന് ഇഷ്ടമല്ല. മനുഷ്യനെ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ് പിശാച് വരുന്നത് എന്ന് കർത്താവായ യേശു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ലക്ഷ്യം. മനുഷ്യനെ തകർക്കുക, അവൻ്റെ ഐശ്വര്യം നശിപ്പിക്കുക, അവൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുക, അവൻ്റെ സമാധാനം കെടുത്തുക, അവൻ്റെ ജീവിതം തകർക്കുക, തളർത്തുക, അവൻ്റെ സന്തതി പരമ്പരകളെ നാശോന്മുഖമായ അനുഭവങ്ങളിലേക്ക് ആനയിക്കുക. ഇതെല്ലാമാണ് പിശാചിൻ്റെ ഉദ്ദേശം. ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, സാത്താനും കേട്ടു. സാത്താൻ തീരുമാനിച്ചു ഈ പ്രാർത്ഥന നിറവേറാതെ വണ്ണം ദാവീദിനെ തകർക്കണമെന്ന്. ആരെങ്കിലും നന്മയിലേക്ക് കുതിക്കുന്നെങ്കിൽ അവൻ്റെ ഗതിയെ തടയുവാൻ പിശാച് നോക്കും. ആരെങ്കിലും അനുഗ്രഹ സമൃദ്ധിയിലേക്ക് എത്തിപ്പിടിക്കാൻ ഉദ്യമിക്കുമ്പോൾ അതിനെ തകർക്കുവാനും നശിപ്പിക്കുവാനും ആ പരിപാടികളെല്ലാം പാടെ വിഭാടനം ചെയ്യുവാനും പൈശാചികൻ നോക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് 11-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം. മുൻപൊരവസരത്തിൽ നാം ചിന്തിച്ചു ദാവീദിൻ്റെ ഡിക്ലൈൻ, ദാവീദിൻ്റെ അധപ്പതനം. ദാവീദ് താണുപോയി, ദാവീദ് വീണുപോയി, ദാവീദ് ശ്രദ്ധയില്ലാതെ പോയി, ദാവീദ് അലസനായിപ്പോയി, ദാവീദ് സൂക്ഷ്മതയില്ലാത്തവനായിപ്പോയി, ദാവീദ് തന്നെത്താൻ സൂക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ തന്നെത്താൻ സൂക്ഷിക്കണം.
ദൈവസന്നിധിയിൽ തീരുമാനങ്ങളെടുത്ത ദൈവപുരുഷനാണ് ദാവീദ് രാജാവ്. ദൈവസന്നിധിയിൽ ഡിസിഷൻസ് എടുത്തവനാണ്. കാരണം അർഹതയില്ലാത്ത നന്മകൾ ദൈവം ദാവീദിന് കൊടുത്തു. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. ദാവീദിൻ്റെ സെലക്ഷൻ അത്യത്ഭുതകരമായ ദൈവസ്നേഹത്തിൻ്റെ ഒരു അത്യുദാത്തമായ വീണ്ടെടുപ്പായിരുന്നു. അത്യന്തം ശ്രേഷ്ഠമായ ഒരു രക്ഷാപദ്ധതിയായിരുന്നു. ആടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് ദൈവം ദാവീദിനെ കൊണ്ടുവന്ന് അന്തഃപുരത്തിൽ രാജധാനിയിൽ വസിപ്പിച്ചു. ആടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്ന് ദാവീദിനെ രാജാവായി വാഴിച്ചു. ദാവീദിൻ്റെ ശിരസിൽ ശമൂവേൽ പ്രവാചകരെ തൈലക്കൊമ്പിൽ നിന്ന് അഭിഷേക തൈലം ഇറ്റിറ്റൊലിച്ചു വീണു. അഭിഷിക്തനാണ് ദാവീദ്. ദാവീദ് പ്രവാചകനാണ്. ദാവീദ് ഇസ്രായേലിൻ്റെ മധുര ഗായകനാണ്. ദാവീദ് അനുഗ്രഹീത വ്യക്തിയാണ്. ദൈവം തിരഞ്ഞെടുത്തവനാണ്. സെലക്ഷൻ ദൈവം തിരഞ്ഞെടുത്തു. ദാവീദ് ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു. സത്യം അതാണ് ഇപ്പോൾ നാം വായിച്ചത്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ നന്ദിയുറ്റ പ്രാർത്ഥന, നന്ദി തുടിക്കുന്ന പ്രാർത്ഥന, ഹൃദയത്തിൻ്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും ഉൾത്തിങ്ങി വന്ന് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന പ്രാർത്ഥന. ദാവീദിൻ്റെ കീർത്തനങ്ങളെല്ലാം തന്നെ സ്തുതിയുടെ കീർത്തനങ്ങളാണ്, സ്തോത്ര കീർത്തനങ്ങളാണ്. ദൈവത്തോടുള്ള നന്ദി, ആ നന്ദിയുടെ കീർത്തനം പാടി. പക്ഷേ ഇതാ ദാവീദ് ഡിക്ലൈൻഡ് ആവുകയാണ്. ഡിക്ലൈൻ, അധപ്പതനം. ഓർക്കുക, ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിച്ചു. പക്ഷേ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. വീഴുമെന്നല്ല, വീഴണമെന്നില്ല. വീണേ കഴിയൂ എന്നില്ല. എല്ലാവരും വീഴുമെന്നും പറയാൻ ഒക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദ് വീണു. വീഴ്ച വലുതായിരുന്നു. വീഴാനുള്ള സാധ്യത നമുക്കേവർക്കുമുണ്ട്. ആ ഒരു സാധ്യത മുൻകണ്ടു വേണം 2 ശമൂവേൽ 11-ാം അധ്യായം വായിക്കാൻ. ദാവീദിനെ നാം കുറ്റപ്പെടുത്തും, ദാവീദിനെ നാം പഴി പറയും, ദാവീദിനെക്കുറിച്ച് നമുക്ക് ഈർഷ്യ തോന്നുമാറ് നമ്മുടെ നെറ്റി ചൊളിഞ്ഞുവെന്ന് വരും ദാവീദ് 11-ാം അധ്യായത്തിൽ വീഴുന്ന കഥ വായിക്കുമ്പോൾ. പക്ഷേ ഓർക്കുക, നാമും നമ്മുടെ ജീവിതത്തിലും വീഴ്ചകളെ നേരിടാവുന്നവരാണ്. വീഴുമെന്നല്ല പറഞ്ഞത്, ആരും ഭയപ്പെടണ്ട. വീഴാതെ സൂക്ഷിക്കാൻ ദൈവം ശക്തനാണ്. ശരി, പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ അവനെ തൊടുന്നത് പോലുമില്ല. അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. യോഹന്നാൻ ലേഖനം, 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം ഒടുവിലത്തെ ഖണ്ഡികയിൽ അങ്ങനെയാണ് പറയുന്നത്. 1 യോഹന്നാൻ 5-ന്റെ ഒടുവിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ തൊടാൻ വരും, പ്രലോഭനങ്ങൾ വരും, പ്രേരണകൾ വരും, പരീക്ഷകൾ വരും. എന്നാൽ വീഴണമെന്നില്ല. പക്ഷേ വീഴാവുന്നവനാണ്. ഏത് മനുഷ്യനും വീഴാവുന്നവനാണ്. ശൗൽ രാജാവ് വീണപ്പോൾ, ശൗലും പുത്രന്മാരും ഗിൽബോ പർവ്വതത്തിൽ പട്ടുപോയപ്പോൾ ദാവീദ് വിലപിച്ചതാണ്. ദാവീദിൻ്റെ ധനുർഗീതം, വിലാപഗീതം, വിലാപഗാനം, അതൊരു വിലാപ കാവ്യമാണ്, അതൊരു വിലാപ കവനമാണ്, അതൊരു വിലാപ കവിതയാണ്. ആ കവിതയിൽ എന്തെന്ത് ആശയങ്ങളാണ് നാം കാണുന്നത്. മുൻപൊരവസരത്തിൽ നാം അത് ചിന്തിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ദാവീദ് പറയുകയാണ്, വീരന്മാർ പട്ടുപോയതെങ്ങനെ, ബലശാലികൾ വീണുപോയതെങ്ങനെ. ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ, ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ, അഗ്രചർമ്മികളുടെ കന്യകമാർ ആനന്ദിക്കരുതേ. എൻ്റെ ദൈവമേ, ശത്രു സന്തോഷിക്കല്ലേ. ഒരു ദൈവദാസൻ്റെ വീഴ്ച കണ്ട് ശത്രു ആനന്ദിക്കല്ലേ. ഒരു വ്രതസ്ഥൻ്റെ തകർച്ച കണ്ട് ശത്രു സന്തോഷിക്കല്ലേ. ഒരു അഭിഷിക്തൻ്റെ അധപ്പതനം കണ്ട് ശത്രു സന്തോഷിക്കല്ലേ. ഗത്തിൽ അത് പ്രസിദ്ധമാക്കല്ലേ, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ. ഫെലിസ്ത്യ ദേശത്തെ തെരുവോരങ്ങളിൽ ഇതൊരു നാട്ടുകാരുടെ പാട്ടായി മാറല്ലേ. ദൈവജനമേ, മറക്കല്ലേ. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകുകയും. വീഴാൻ സാധ്യതയുണ്ട്, പക്ഷേ വീഴണമെന്നില്ല. വീഴ്ത്താൻ ശത്രുവുണ്ട്, പക്ഷേ വീഴണമെന്നില്ല. വീഴിക്കാൻ പരിശ്രമമുണ്ട്, ശത്രുവിൻ്റെ പരിശ്രമമുണ്ട്, പക്ഷേ വീഴണമെന്നില്ല. വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് മറക്കരുത്.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നത് പോലുമില്ല. ദുഷ്ടൻ തൊടുകയില്ല പ്രിയരെ, തന്നെത്താൻ സൂക്ഷിച്ചാൽ മതി. പൈശാചികൻ പ്രലോഭനങ്ങൾ കൊണ്ടുവരും. നമ്മുടെ കർത്താവിനെ തന്നെ അവൻ പരീക്ഷിച്ചതല്ലേ? നമ്മുടെ കർത്താവിനെ പിശാച് പരീക്ഷിച്ചു. എങ്ങനെയെല്ലാമാണ് പരീക്ഷിച്ചത്? കൺമോഹം കൊണ്ട് പരീക്ഷിച്ചു, ജഡമോഹം കൊണ്ട് പരീക്ഷിച്ചു, ജീവനത്തിൻ്റെ പ്രതാപം കൊണ്ട് പരീക്ഷിച്ചു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണും, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് 3 കൊണ്ടും പിശാച് നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചു. എങ്കിൽ നമ്മെയും വെറുതെ വിടുമോ? നമ്മെയും പരീക്ഷിക്കും. കൺമോഹം കൊണ്ട് പരീക്ഷിക്കും. കണ്ണിൻ്റെ മോഹം, ജഡത്തിൻ്റെ താല്പര്യങ്ങൾ, ജഡത്തിൻ്റെ ഇച്ഛകൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ. ജീവനത്തിൻ്റെ പ്രതാപം കൊണ്ട് പരീക്ഷിക്കും. പ്രതാപമോഹങ്ങൾ, സെൽഫ് അല്ലെങ്കിൽ ഇഗോ, അതിൻ്റെ വളരെ ഭീകരമായ ആക്രമണങ്ങൾ നമ്മിൽ തന്നെയുള്ളതാണിതെല്ലാം. അത് പുറമേ നിന്ന് വരുന്നതല്ല. സാത്താൻ ഇടം കിട്ടുന്നതിന് നമ്മിൽ തന്നെ നാം ഇടം കൊടുത്തിരിക്കുന്ന ചില പഴുതുകളാണവ. പിശാചിന് ഇടം കൊടുക്കരുത്. വചനം പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിന് ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സാത്താന് നാം ഇടം കൊടുക്കരുത്. അവൻ ഇടം കിട്ടിയാൽ അവൻ നുഴഞ്ഞു കയറും. അവൻ ചുഴിഞ്ഞകത്ത് കിടക്കും. അവൻ തന്ത്രശാലിയാണ്. അവൻ ഇടം കൊടുക്കരുത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നത് പോലുമില്ല. നമ്മുടെ കർത്താവ് ഒരു വാഗ്ദാനം തന്നു. എന്താണ് പറഞ്ഞത്? എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞാടുകളെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അതൊരു വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നമ്മെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ പിശാചിന് സാധ്യമല്ല. ഭയപ്പെടേണ്ട. തന്നെയല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. അതും ആശ്വാസമാണ്. നാം തിരുസന്നിധിയിലേക്ക് ചെന്നാൽ മതി, തള്ളിക്കളകയില്ല. ഏത് പാപിക്കും കടന്നിയെല്ലാം, ഏത് സമയത്തും കടന്നിയെല്ലാം, ഏത് നിഷ്ഠൂരനും കടന്നിയെല്ലാം, ഏത് ഘോരപാപിക്കും കടന്നിയെല്ലാം എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. ഒരു വിധത്തിലും തള്ളിക്കളകയില്ല. ഒരു കാരണവശാലും തള്ളിക്കളകയില്ല. ഒരിക്കലും തള്ളിക്കളകയില്ല. യാതൊരു കാരണവശാലും തള്ളിക്കളകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. പ്രിയപ്പെട്ടവരെ, നല്ലത്. അപ്പോൾ നമുക്ക് അടുക്കൽ ചെല്ലാം. എന്നാൽ അടുക്കൽ ചെന്നാലോ എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയുമില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോവുകയുമില്ല. പിന്നെ എന്താണ് പോംവഴി? പിശാചിന് പിന്നെ എന്താ മാർഗം? പിശാചിനൊരു മാർഗമുണ്ട്. നാം തനിയെ ഒന്ന് ഊർന്നിറങ്ങിയാൽ അവൻ ചാടിപ്പിടിക്കും. നാം ഒന്ന് ഊർന്നിറങ്ങിയാൽ മതി. കർത്താവിൻ്റെ മടിത്തട്ടിലിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതൽ, കർത്താവിൻ്റെ തിരുമാറോട് അണഞ്ഞിരിക്കുന്ന ആ സ്നേഹനിധിയായ യേശുവിൻ്റെ തിരുവിലാവിനോട് ഒട്ടിയിരിക്കുന്ന ദൈവ പൈതൽ അല്പനേരത്തേക്ക് ഒന്ന് മാറിപ്പോയാൽ, ഒന്ന് ഇറങ്ങി മാറിയാൽ അപ്പോൾ ശത്രു ചാടിപ്പിടിക്കും. അവൻ റാഞ്ചിക്കൊണ്ട് പറക്കും. അവൻ റാഞ്ചിക്കൊണ്ട് പോകും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഡിക്ലൈൻ അത് ഭയാനകമാണ്. അധപ്പതനം അത് ഭയങ്കരമാണ്. സെലക്ഷൻ ഉണ്ട്. ദൈവം തിരഞ്ഞെടുത്തു, ഡിസിഷൻ എടുത്തു, ദാവീദ് തീരുമാനമെടുത്തു. പക്ഷേ ദാവീദ് ഡിക്ലൈൻ നേരിട്ടു. ദാവീദ് അധപ്പതനം നേരിട്ടു. അത് വലിയൊരു ദുരന്തമാണ്. അത് വലിയൊരു ദുരിത കഥയാണ്. അത് വളരെ വേദനാകരമായ ഒരു കഥയാണ്. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഹൃദയാലുക്കൾ ഏങ്ങലടിച്ചു പോകും. നാം കരഞ്ഞു പോകും. ഒരു വീരൻ്റെ പതനം, ഒരു ബലശാലിയുടെ വീഴ്ച. വീരന്മാർ പട്ടുപോയതെങ്ങനെ, ബലശാലികൾ വീണുപോയതെങ്ങനെയെന്ന് നിലവിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വിലാപഗീതം പാടിയ ആ ദാവീദ് വീണ് കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മകനെ, നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. നിന്നെ തന്നെ നീ ശോധന ചെയ്യുക. നിൻ്റെ ജീവിതത്തിൽ അപകടം വരാതെ നിന്നെ തന്നെ നീ പരിശോധിക്കുക. പടിപടിയാണ് വീഴ്ച. ഒരൊറ്റ നിമിഷം കൊണ്ടല്ല വീഴ്ച. ഒന്നാമത് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്, ഒന്നാമത് ദാവീദിൻ്റെ ഡിക്ലൈൻ തുടങ്ങുന്നത് ദാവീദ് വേലയിൽ നിന്ന് പുറകോട്ട് മാറി എന്നുള്ളതാണ്. അലസത വന്നു. ദാവീദ് പുറകോട്ട് മാറി. ദാവീദ് യുദ്ധരംഗത്ത് പോകാറുള്ള ദൈവപുരുഷൻ യുദ്ധരംഗത്ത് പോയില്ല. തൻ്റെ പടയാളികൾ യുദ്ധക്കളത്തിൽ അടരാടുകയാണ്. അവർ പടവെട്ടുകയാണ്. അവരുടെ കൂടെ മുൻനിരയിൽ നിൽക്കാറുള്ള ദൈവദാസൻ ഇപ്പോൾ കൊട്ടാരത്തിൽ തന്നെ പാർക്കുകയാണ്. സുഖലോലുപത വന്നു, സുഖസുഷുപ്തി വന്നു, സുഖകരമായ നിദ്ര വന്നു. അലസത കയറി പിടിച്ചു.
പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾക്ക് വീഴ്ചയുടെ ആരംഭത്തിൽ വരാവുന്നത് പ്രാർത്ഥനയിൽ അലസത, ജീവിത പ്രവർത്തനങ്ങളിൽ അലസത, വേലയിൽ അലസത, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അലസത, ദൈവിക കാര്യങ്ങളിൽ അലസത, തിരുവചന ധ്യാനത്തിൽ അലസത, ദൈവമക്കളോടുള്ള കൂട്ടായ്മയിൽ അലസത, ദൈവ കൂട്ടായ്മയിലുള്ള ആ പങ്കെടുക്കുന്ന കാര്യങ്ങളിൽ അലസത. അലസത അപകടകരമാണ്. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ യോഗങ്ങൾ മുടക്കരുത്, പ്രാർത്ഥനാ യോഗങ്ങൾ മുടക്കരുത്. ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, ഏതൊരു സഭയിലും സഭയുടെ നട്ടെല്ല് പ്രാർത്ഥനാ യോഗമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ യോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കൂട്ടായ്മ യോഗങ്ങൾക്ക് ഉത്തരോത്തരം അഭിവൃദ്ധി ലഭിക്കുവാൻ നല്ല നേതൃത്വം കൊടുക്കേണ്ടതാണ്, അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ്. ഏത് സഭയാണെങ്കിലും ഏതൊരു സമുദായമാണെങ്കിലും വിശ്വാസികളും വിശുദ്ധരുമായ ദൈവമക്കൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് കരുത്തുറ്റ പ്രോത്സാഹനം നൽകേണ്ടതാണ്. വിശ്വാസികളും വിശുദ്ധരുമായ ദൈവമക്കൾ കൂട്ടായ്മ ആചരിക്കുന്നതിന് അവർക്ക് എല്ലാ പ്രോത്സാഹനവും ഉത്തേജനവും നൽകേണ്ടതാണ്. കാരണം ആ സമുദായത്തിൻ്റെ നട്ടെല്ലാണ് പ്രാർത്ഥനാ യോഗം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു. 10-ാം അധ്യായം 24-ാം വാക്യം, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. കാലം വൈകുന്തോറും, കാലം തീരാറാകും തോറും സഭായോഗങ്ങൾ അധികമായി കൂടേണ്ടതാകുന്നു. കൂട്ടായ്മ യോഗങ്ങൾ, ദൈവമക്കളുടെ സൗഹൃദ സമ്മേളനങ്ങൾ അധികമായി ചെയ്യേണ്ടതാകുന്നു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ചിരുന്ന് വചനം ധ്യാനിക്കാൻ, ഒരുമിച്ചിരുന്ന് സ്തുതിക്കാൻ, ഒരുമിച്ച് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമക്കൾ ഒരുമിച്ച് കൂടേണ്ടതാണ്. പ്രാർത്ഥനാ യോഗങ്ങൾ നല്ലതാണ്, കുടുംബയോഗങ്ങൾ നല്ലതാണ്. സഹോദരങ്ങളെ, അത് സഭയുടെ നട്ടെല്ലാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതാ വേലയിൽ നിന്ന് അലസനായി പിന്മാറി ദൈവമക്കൾ ഇതാ പാവപ്പെട്ടവര് അവിടെ അടരാടുകയാണ്, പോർവെട്ടുകയാണ്, പടവെട്ടുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. ആ സമയത്ത് രാജാവ്, നേതൃസ്ഥാനത്തുള്ള ദൈവദാസൻ അവിടെ കൊട്ടാരത്തിൽ അലസനായി കിടന്നുറങ്ങുകയാണ്. ഒന്ന്, ദാവീദ് യുദ്ധരംഗത്തേക്ക് പോയില്ല. രണ്ടാമത്തെ കാര്യം, ദാവീദ് പകൽ ഉറക്കമാണ്. ഒരു മധ്യപ്രായത്തിലെത്തിയ ദാവീദ്, അത്ര വാർദ്ധക്യമായിട്ടില്ല. ദാവീദ് പകൽ സമയത്ത് കിടന്നുറങ്ങുകയാണ്. തീരെ യുവാവല്ല ദാവീദ്, വാർദ്ധക്യത്തിലായുമില്ല, ഏതാണ്ട് മധ്യപ്രായം കഴിഞ്ഞിരിക്കുന്നു. ഈ മധ്യപ്രായത്തിൽ ദൈവപുരുഷൻ കിടന്നുറങ്ങുകയാണ്, പകൽ കിടന്ന് ഉറങ്ങുകയാണ്. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. 2-ാം വാക്യം, ഒരു നാൾ സന്ധ്യാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു, രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരുന്നു. രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യയായപ്പോൾ മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. സന്ധ്യ വരെ കിടന്നുറക്കമാണ്. അലസത ബാധിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? അലസത വരരുത്. നാം വായിക്കുന്നുണ്ട്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന്. നിസ്സാര കാര്യമല്ല. ഉദാസീനത വരരുത്. ദൈവവേലയിൽ അലസത വരരുത്. പ്രാർത്ഥനയിൽ അലസത വരരുത്. അലസത വന്നാൽ അപകടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ പാടി അലസത ലേശം പോലും വരരുതെന്ന്. നമ്മുടെ പിതാക്കന്മാർ പ്രകീർത്തിച്ചു അലസത സംഭവിക്കരുത് എന്ന്. നമ്മുടെ പിതാക്കന്മാർ ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ചു. ഓരോരുത്തർക്കും അലസത കൂടാതെ വീര്യത്തോടെ, ഉത്സാഹ പ്രകർഷത്തോടെ മുന്നേറേണ്ടത് അവരുടെ ജീവിത വിജയത്തിന് അനുപേക്ഷണീയമാണ് എന്ന് പിതാക്കന്മാർ വ്യക്തമായി പ്രതിപാദിച്ചു. നാം പാടുന്നുണ്ട്, ഇങ്ങനെയല്ലേ നാം പാടുന്നത്? രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, വീതി കുറഞ്ഞതുമാ വഴിഗമനം, കാക്ഷിപ്പോൻ അത്യുത്സാഹമവശ്യം താൻ. അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. സ്വന്തം ആത്മാവിനെ തന്നെത്താൻ കൊല്ലുമെന്ന്, ആത്മാവ് മരിക്കുമെന്ന്
നിസ്സാര കാര്യമല്ല. മഹാഭാവം വന്നില്ല, പക്ഷെ അലസത വന്നു. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിയിലേക്ക് വ്യതിചലിച്ചു പോകും, തന്മൂലം ആത്മാവ് മരിച്ചു പോകും എന്നാണ് തിരുവചനം പറയുന്നത്. സഹോദരങ്ങളെ, നാം ഭയത്തോടും വിറയലോടും കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം. നാം നമ്മെ തന്നെ കരുതലോടെ സൂക്ഷിക്കേണ്ടതാണ്. ദാവീദ് സൂക്ഷിച്ചില്ല. ആ സമയത്ത് പ്രാർത്ഥനയുടെ നേരമാണ്, പ്രാർത്ഥിക്കാൻ പോകേണ്ടതാണ്. ദാവീദ് മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്, ടെറസിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇളങ്കാറ്റ് വരുന്നുണ്ട്. അങ്ങ് വയലേലകളിൽ നിന്ന് വീശി വീശി പയ്യെ വരുന്ന ഇളങ്കാറ്റ് ആ മന്ദസമീരണൻ്റെ മൃദുലമായ സ്പർശനമേറ്റ് ദാവീദ് പുളകം കൊള്ളുന്നുണ്ട്. ദാവീദ് ആനന്ദത്തോടെ അങ്ങനെ രാത്തിക്കൊണ്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴെന്തുണ്ടായി? നാം കാണുന്നു, അത് ഗൗരവമേറിയൊരു കാര്യമാണ്. 2-ാം വാക്യം, മാളിക മേലുലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. അവൾ അതിസുന്ദരിയായിരുന്നു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. സഹോദരങ്ങളെ, പാപത്തിലേക്ക് നീങ്ങുകയാണ്, പടിപടിയായി പാപത്തിലേക്ക് നീങ്ങുകയാണ്, പടിപടിയായി അപകടത്തിലേക്ക് ഒഴുകുകയാണ്, അപകടത്തിലേക്ക് ഊർന്നൂർന്നു പോവുകയാണ്. ഭയപ്പെടുവീൻ, ദൈവജനമേ, കരുതലോടിരിപ്പീൻ. അലസതയും പ്രാർത്ഥനയുടെ സമയം തെറ്റുന്നതായ അപാകതകളും വന്നു ചേരുമ്പോൾ വരാവുന്ന അപകടം ഇതാ കൂടുതൽ പാപത്തിലേക്ക് നീങ്ങും. ശ്രദ്ധിക്കുക. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചിന്തിക്കുവീൻ. നിങ്ങളുടെ ജീവിതത്തിലെ വീഴ്ചകൾ പടിപടിയായിട്ടായിരുന്നില്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അപകടങ്ങൾ പടിപടിയായി ഓരോ നിമിഷവും നിങ്ങൾ ഒന്നിനൊന്ന് പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയല്ലായിരുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യകാലത്തുണ്ടായ തീഷ്ണതയെന്നുണ്ടോ? ആദ്യകാലത്തുണ്ടായിരുന്ന എരിവും അതുപോലുള്ളതായ ഗൗരവമേറിയ ഉത്സാഹവും ഇന്നുണ്ടോ? കരുതലോടുള്ള ജീവിതം ഇന്നുണ്ടോ? പാപത്തിലേക്ക് നീങ്ങുന്നു. മകനെ സൂക്ഷിക്കുക, മകളെ സൂക്ഷിക്കുക. പാപം നിന്നെ ഗ്രസിക്കാതിരിപ്പാൻ നീ ക്രിസ്തുവിന്റെ കൃപയിൽ ചാരുക, ആ തിരുരക്തത്തിൽ ശരണപ്പെടുക. അവന്റെ ജയമുള്ള സ്ലീബായുടെ ചുവട്ടിൽ നീ എന്ന് അഭയം പ്രാപിക്കുക. കർത്താവേ, എന്നെ നിർത്തണമേ, എനിക്ക് നിൽക്കാൻ കെൽപ്പില്ല, എന്നെ നിർത്തണമേ. വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ശക്തനായവനെ, എന്നെ വീഴാതെ വണ്ണം കാക്കണമേ. എൻ്റെ ഒരു അവയവത്തിൽ പോലും കേടുപറ്റാതെ തെറ്റുപറ്റാതെ കറവണയാതെ എന്നെ സംരക്ഷിക്കണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ, ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവീൻ, ക്രിസ്തുവിനായി നിങ്ങൾ വേർതിരിപ്പീൻ. നാഥാ, ഇന്നു മുതൽ ഞാൻ സൂക്ഷ്മതയോടെ ജീവിക്കും, ഇന്നു മുതൽ ഞാൻ കരുതലോടെ ജീവിക്കും, ഇന്നു മുതൽ ഞാൻ ദൈവ വിശ്വാസത്തോടും ദൈവ ഭയത്തോടും ദൈവ ഭക്തിയോടും കൂടെ ജീവിക്കും. തീരുമാനം എടുക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ വചനങ്ങൾ ഞങ്ങളെ അറിയിച്ചതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, വീഴ്ച വരാവുന്ന സ്ഥലത്തു കൂടി നടക്കുന്ന ഞങ്ങളെ വീഴാതെ വണ്ണം മുറുകെ പിടിച്ചുകൊള്ളണമേ. തൃക്കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചുകൊള്ളണമേ. തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. നാഥാ, പൈശാചികൻ അവകാശം പറയുന്നു ഒന്നും വരാതെ പിശാചിന് ഇടം കൊടുക്കാതെ കരുതലോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ പൊതിയണമേ. അവിടുത്തെ രക്തത്തിന്റെ മുദ്ര അണിയിച്ച് കാവൽ ചെയ്യണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.